ഹലോ മക്കളെ, അപ്പോൾ ഓരോ ദിവസം കഴിയുന്നത് നമ്മൾ കീം എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത മാസം 22-ാം തീയതി മുതൽ നമ്മൾ കീം എക്സാം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി മക്കളെല്ലാവരും ബോർഡ് എക്സാം പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് പേരൊക്കെ കീം എക്സാം പ്രിപ്പറേഷനൊക്കെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കുറച്ച് പേരൊക്കെ എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ കീം എക്സാം എന്ന് കണ്ടപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരും ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത്ര കാലം മക്കൾ കണ്ട ബോർഡ് എക്സാമിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള കീം എക്സാമിന്. അതായത് നിങ്ങൾ ഇത്ര കാലം എഴുതിയിരിക്കുന്ന ബോർഡ് എക്സാമിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത് കീം എക്സാമിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ MCQs ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താവുന്നത്, അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് മാറുന്നത്. മക്കൾ എന്ത് ചെയ്യുന്ന ഒരുപാട് പേരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ്, പ്രിപ്പറേഷൻ തന്നെയാണ്. അതായത് മക്കളെ, ഇപ്പോൾ നമ്മൾ +1 +2 ബോർഡ് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, അത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. കുറേ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കീം എക്സാം പോലെയുള്ള എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്, മിസ് പറഞ്ഞതുപോലെ MCQസിലേക്കാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല മറ്റൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആരുണ്ട്, നമ്മൾ കാത്തിട്ട് നെഗറ്റീവ് മാർക്കിംഗ് കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അതേപോലെ ടൈം മാനേജ്മെൻറ്റ് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതൊക്കെ മനസ്സിലാക്കി പ്രിപ്പറേഷൻ എന്താണ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് മുന്നിലുള്ളത് എന്താണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അതായത് ബോർഡ് എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു മാർച്ച് അവസാനിക്കും നമ്മൾ എന്ത് ചെയ്യും, ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഏപ്രിൽ 22 എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മക്കൾക്കുള്ളത്. ആ ദിവസം ഒരു ക്രാഷ് കോഴ്സ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് കീം എക്സാമിൽ പഠിച്ചെടുക്കുക അല്ലേ? അത് നമുക്ക് സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി MCQs ഉണ്ടാക്കി പഠിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. കീം എക്സാം പ്രിപ്പറേഷൻ എളുപ്പമാക്കാനായിട്ട് സൈലം നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമാണ് കീം ആൻഡ് ഗെയിം 5.0 എന്ന് പറയുന്നത്. +1 +2 സിലബസ് നമുക്ക് കംപ്ലീറ്റഡ് ആർക്ക് ആവശ്യമുണ്ട്, കീം എക്സാമിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കീം എക്സാമിന് 50% എന്താണ്, +2 ബോർഡ് എക്സാമിൻ്റെ മാർക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആർക്കുണ്ട്, +1 +2 സിലബസിനുണ്ട് മക്കൾ മനസ്സിലാക്കുക. അതായത് +1 +2 മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബാച്ചിലുണ്ടായിരിക്കും. അതുമാത്രമല്ല ഓരോ ചാപ്റ്റർ കഴിയുന്തോറും നമുക്ക് എന്ത് ചെയ്യാണ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസുകളും അതേപോലെ തന്നെ കീം എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രീ കീം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ കീം എക്സാം പോലുള്ള എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് എക്സാമിലേക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറേ വർഷത്തെ കീം എക്സാമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 2024 കീം എക്സാം അതേപോലെ 2025 കീം എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. മക്കൾ നോക്കുന്ന സമയത്ത് കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ളത് എന്താണ്, ഓൺലൈൻ ആയിട്ടുള്ള കീം എക്സാമിലേക്ക് തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രിപ്പറേഷനിലെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തേണ്ട ആവശ്യമില്ല. മക്കൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാച്ചും അഡ്മിഷൻ സംബന്ധിച്ച മറ്റു വിവരങ്ങൾക്കായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.